ഹേയ് ഗൈസ്, നമുക്കിന്നൊരു പുളിമുളക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന മീൻ ചോപ്പങ്കരയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു സവാള എടുത്ത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളകും എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കൊടംപുളി എടുത്ത് വെള്ളത്തിലിടുക. അതിന് ശേഷം പിന്നെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉലുവായിട്ടിട്ട് നല്ല ചൂടായതിന് ശേഷം ഇപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു ചെറിയ ജാറെടുത്ത് ഇതെല്ലാം അതിനകത്ത് തട്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കും. പിന്നെ കറി വെക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അത് ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള നല്ലതുപോലെ വരട്ടിയെടുക്കുക. ഇതുപോലെ കളറാകുമ്പോഴത്തേക്കിന് നമ്മൾ ബാക്കി എല്ലാം അരിഞ്ഞു വെച്ചതെല്ലാം ഇതിൽ തട്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിൽ ചേർക്കുക. അരപ്പെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നേരത്തെ ഇട്ട് വെച്ച കുടംപുളി എടുത്ത് ഇതിനകത്തിട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെക്കുക. എന്നിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ച മീനും കൂടി ഇട്ട് അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ കറി തിളയ്ക്കട്ടെ. ഇത് നമ്മളെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പുളിമുളകിൻ്റെ റെസിപ്പി. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.